കൃഷ്ണപുരം KPSC സുലോചന വായനശാല ആൻഡ് ഗ്രന്ഥശാല ബാലവേദി ഉദ്ഘാടനം പഠനോപകരണ വിതരണം മെറിറ്റ് അവാർഡ് വിതരണം എന്നിവ നടന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് TS താഹ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപുരം KPSC സുലോചന വായനശാല ആൻഡ് ഗ്രന്ഥശാലയുടെ ബാലവേദി ഉദ്ഘാടനം പഠനോപകരണ വിതരണം SSLC +2 മെറിറ്റ് അവാർഡ് വിതരണം എന്നിവ സംഘടിപ്പിച്ചു. മുക്കട സാംസ്കാരിക നിലയത്തിലായിരുന്നു പരിപാടി നടത്തിയത്. ആലപ്പുഴ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് TS താഹ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടാണ്. മാഷ് പറഞ്ഞ് അവസാനിപ്പിച്ചാണ്, കുഞ്ഞുങ്ങൾ രക്ഷിതാക്കളുടെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ മേൽനോട്ടത്തിലോ ശിക്ഷണത്തിലോ വളരണമെന്ന പൊതുവായ കാഴ്ചപ്പാടാണ്. അദ്ദേഹം പറഞ്ഞത് അമിത നിയന്ത്രണമല്ല. പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചൊരു നിയന്ത്രണം മാറി കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളെ പോലും രക്ഷിതാക്കൾ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പോയി സാറിനെല്ലാം അവാർഡ് ഇത് കൊടുക്കുന്ന സ്ഥലത്തെല്ലാം ഞാൻ ചോദിക്കും ആരാവാനാണ് ആഗ്രഹം. അപ്പൊ ചില ആളുകൾ പറയാം അധ്യാപകനാവണം, നല്ല പാട്ടുകാരനാവണം, നല്ല എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്നൊക്കെ കുട്ടികൾ പറയാറുണ്ട്. അതൊക്കെ കുട്ടികളുടെ സ്വപ്നങ്ങളാണ്. പക്ഷെ പലപ്പോഴും കുട്ടികളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അവന് വളരാനുള്ള സാഹചര്യമില്ല. രക്ഷിതാക്കളുടെ സ്വപ്നങ്ങളാണ് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ മുകളിലേക്ക് നാം കെട്ടിവെക്കുന്നത്. രക്ഷിതാവിന് എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആവാനായിരുന്നു ചെറുപ്പത്തിൽ ആഗ്രഹം. സാമ്പത്തിക സ്ഥിതിയോ സാഹചര്യങ്ങളോ ഒന്നും അത് അനുവദിക്കാത്തതുകൊണ്ട് എന്റെ മകനെയോ മകളെയോ ഡോക്ടറാക്കിയേക്കാം അല്ലെ എഞ്ചിനീയർ ആക്കിയേക്കാം എന്നൊരു കാഴ്ചപ്പാട് രക്ഷിതാവിനുണ്ടാവും. അത് രക്ഷിതാവിനെ കുറ്റം പറഞ്ഞു. ഞാനൊരു രക്ഷിതാവാണ്. രക്ഷിതാക്കളുടെ ഈ സ്വപ്നമാണ്, അവന്റെ ഒരു അന്തസ്സാണ്, അല്ലെങ്കിൽ അന്തസ്സിന് വേണ്ടിയിട്ടുള്ള അവന്റെ ഓട്ടമാണ് കുഞ്ഞുങ്ങളെ ആ സ്വപ്നത്തിന്റെ ഭാരം ചുമക്കാൻ പ്രേരിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങൾ ആ ഭാരം ചുമന്നുകൊണ്ടാണ്. നല്ല പാട്ട് പാടുന്ന കുഞ്ഞ് അവൻ ഡോക്ടറാവണമെന്ന മോഹം അവന്റെ തലയിൽ രക്ഷിതാവ് വെച്ചു കൊടുത്താൽ എങ്ങനെയാവും ശരിയാവുന്നത്? എന്തിനാ പുഴയുടെ ആഴത്തിൽ കുഞ്ഞെടുത്തിറങ്ങിപ്പോയി, ഉണ്ണിയെ കൂടാതെ കൂട്ടുവിളിക്കാതെ കുഞ്ഞെടുത്തിറങ്ങിപ്പോയി, ആകെ തളർന്നു കിടക്കും തന്നച്ഛനെ ആരേ താങ്ങുന്നു കുഞ്ഞെടുത്തി, ഒന്നും അറിയാതെ ഉണ്ണി മിഴിക്കുമ്പോൾ ഒന്നുണ്ടു കാതിൽ കേൾക്കുന്നു, കുഞ്ഞെടുത്തിതൻ കുഞ്ഞി വയറ്റിലൊരുണ്ണി ഉണ്ടായിരുന്നെന്നോ. ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷനായി. ഗ്രന്ഥശാല സെക്രട്ടറി K ഹരികുമാർ സ്വാഗതം പറഞ്ഞു. കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് KK അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ആകാശവാണി പ്രഭാഷകൻ TM സുരേഷ് കുമാർ ഗാനായനം എന്ന പരിപാടി സംഘടിപ്പിച്ചു. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകൻ അശോകനും പങ്കാളിയായി. ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് നിവേദ്യ ലാൽ പ്രചോദനാത്മക പ്രസംഗം നിർവഹിച്ചു. ബിനു അശോക്, CK ശ്രീകുമാർ, പ്രബുദ്ധൻ, P മോഹനൻ, ഷീജ പവിത്രൻ, രാജു B അവിട്ടം, ജ്യോതി ഉണ്ണികൃഷ്ണൻ, ബിന്ദു, ശ്രീകുമാരി, ധർമ്മ B, അങ്കിത, ദേവജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ലൈബ്രറിയൻ അശ്വതി ജയകുമാർ കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.